കേരളത്തിൽ ഇന്നും ഇടതുപക്ഷം ജനങ്ങൾക്കിടയിൽ അടിയുറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ച് പരിശോധിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ വിജയം 2025 ആവർത്തിച്ചില്ല എന്നത് വസ്തുതാപരമായി ശരി തന്നെയാണ്. എന്തുകൊണ്ട് ആ വിജയം ആവർത്തിച്ചില്ല എന്നതും എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ചത്ര പഞ്ചായത്തുകൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ സാധിച്ചില്ല എന്നതും വളരെ സൂക്ഷ്മമായി കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഗൗരവമായി ചർച്ച ചെയ്തു വരുന്ന ഘട്ടമാണ്. എന്നാൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല എന്ന് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഈ കേരളത്തിനകത്ത് രൂപം കൊണ്ട അവിശുദ്ധ രാഷ്ട്രീയ മുന്നണിയുടെ കെട്ടുകഥകൾ, പിന്നാമ്പുറ കഥകൾ കേരളത്തിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം കേവലം ഒരു രാഷ്ട്രീയ ആരോപണമായി ഇത് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം ഈ കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ, ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുമ്പോൾ എന്തായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സഖ്യമെന്ന് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന നിലയിലാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നതെന്ന് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുക. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ, ഇടതുപക്ഷം വിജയിച്ചു വരാതിരിക്കാൻ ഏത് അധമശക്തിയോടും രാഷ്ട്രീയ കൂട്ടുകൊണ്ടുണ്ടാക്കുന്ന കോൺഗ്രസിനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കും നിങ്ങൾക്കും നോക്കിക്കാണാൻ കഴിഞ്ഞത്. BJP എങ്കിൽ BJP, ജമാഅത്ത് ഇസ്ലാമി എങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, SDP എങ്കിൽ SDPI, ഏതെങ്കിലും ഈ കേരളത്തിനകത്ത് പോലും അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടികളുണ്ടോ? അവരെയെല്ലാം കൂട്ടിച്ചേർത്ത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്ന ഏറ്റവും ഹീനമായ രാഷ്ട്രീയ തന്ത്രമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പയറ്റി. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ, CPM-നെ പരാജയപ്പെടുത്താൻ എല്ലാവിധമായ രാഷ്ട്രീയ മുന്നണികളും ഉണ്ടാക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഈ കേരളത്തിലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് പ്രത്യേകം നാം നോക്കിക്കാണേണ്ടതാണ്. എങ്ങനെയാണ് കോൺഗ്രസിന് ഇത് സാധിക്കുന്നത്? എങ്ങനെയാണ് കേരളത്തിലെ വലതുപക്ഷത്തിന് UDF-ന് ഇത് സാധിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോഴാണ് വസ്തുതാപരമായി കേരളത്തിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. തൃശ്ശൂർ ജില്ലയിൽ ഒരു പഞ്ചായത്ത്, മറ്റത്തൂർ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തേക്ക് വന്നപ്പോ 8 സീറ്റുകളിൽ വിജയിച്ച രാഷ്ട്രീയ മുന്നണി LDF-ന്റെ ആയി. 5 സീറ്റുകളിൽ UDF-ഉം 3 സീറ്റുകളിൽ BJP-യും വിജയിച്ചു. സാധാരണഗതിയിൽ ആ പഞ്ചായത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിജയിക്കേണ്ട രാഷ്ട്രീയ പാർട്ടി LDF തന്നെയാണ്. അങ്ങനെ LDF വിജയിക്കേണ്ട തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ അവിടെ ജയിച്ചു വരുന്നത് BJP-യും UDF-ഉം ചേരുന്ന ഒരു മുന്നണിയാണ്. നിങ്ങൾ നോക്കൂ, 5 പ്രതിനിധികളുള്ള UDF-ഉം 3 പ്രതിനിധികളുള്ള BJP-യും കൂടി ചേർന്ന് അവിടുത്തെ ഒരു സ്വതന്ത്രനെ കൂടി ഒപ്പം ചേർത്ത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി രൂപീകരിക്കുന്ന മുന്നണി ഞാനും നിങ്ങളും മറ്റത്തൂരിൽ കാണുകയാണ്. ഇത് കേവലം മറ്റത്തൂരിന്റെ മാത്രം ചിത്രമല്ല എന്ന് നാം തിരിച്ചറിയണം. പ്രകടമായി പുറത്തേക്ക് വന്നത് മറ്റത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല വാർഡുകളിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് UDF-ഉം BJP-യും ജയിച്ച പഞ്ചായത്തുകളും കേരളത്തിൽ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇടതുപക്ഷം ഒരു ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറമായി ഈ കേരളത്തിനകത്ത് ജനങ്ങൾക്ക് മുന്നിൽ സത്യസന്ധമായി അനാവരണം ചെയ്യപ്പെട്ട ബാന്ധവമാണ് BJP-യും UDF-ഉമായി ഉണ്ടാക്കിയതെന്ന് ഇപ്പോ പുറത്തു വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ കുഞ്ഞുമക്കൾ കടയിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കൾ ഒരു കുറിപ്പടി കൊടുത്തു വിടാറുണ്ട്. അരിയായും പലവ്യഞ്ജനങ്ങളും വാങ്ങാൻ വേണ്ടി കുഞ്ഞുമക്കളെ ചുമലപ്പെടുത്താൻ അമ്മമാരും അച്ഛന്മാരും കുറിപ്പടി കൊടുക്കുന്നത് പോലെയാണ് മറ്റത്തൂരിലെ കോൺഗ്രസിന്റെ ജയിച്ച, കൈപ്പത്തിയിൽ ജയിച്ച കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ഒരു തുണ്ടുകടലാസിൽ കുറിപ്പടി എഴുതി ഞങ്ങൾ BJP-ക്കൊപ്പം പോവുകയാണ് എന്ന് പറഞ്ഞ് BJP-യുമായി മുന്നണി ഉണ്ടാക്കാൻ പോയി. അവരുടെ കൈ വിറയ്ക്കാത്തത് നാം കാണുകയാണ്. BJP-ക്കൊപ്പം രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കാൻ, BJP-യോടൊപ്പം ചേരാൻ കൈ വിറയ്ക്കാതെ BJP ഓഫീസിലേക്ക് പോകാൻ, BJP-യുമായി ചർച്ച നടത്താൻ
നടത്താൻ ഒരു മടിയുമില്ലാത്തവരായി കേരളത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വരുന്നവർ മാറുന്നു എന്നത് ഏറെ ഗൗരവത്തിൽ ഈ കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു വശത്ത് ഈ രാഷ്ട്രീയ മുന്നണി കേരളത്തിലെമ്പാടും രൂപീകരിക്കുമ്പോൾ തന്നെ ആ രാഷ്ട്രീയ മുന്നണിയുടെ ഗുണബലം UDF-ഉം BJP-യും പങ്കിട്ടെടുക്കുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ എനിക്കും നിങ്ങൾക്കും നോക്കിക്കാണാൻ കഴിയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിക്കുന്നു. എങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്തിയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ആവർത്തിക്കരുതെന്ന പിടിവാശിയുള്ളത് കൊണ്ടാണ് അതിനു മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP-ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. BJP ജയിച്ചു വന്ന 41ഓളം വരുന്ന കൗൺസിലർ സീറ്റുകളിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയ രാഷ്ട്രീയ മുന്നണി ഏതാണ് ഈ കേരളം കണ്ടു കഴിഞ്ഞിരിക്കുന്നത്? കോൺഗ്രസ് ആണ്. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിന്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രമാണെന്ന് വിശ്വസിക്കുന്ന തിരുവനന്തപുരം പോലൊരു ജില്ലയിൽ 41ഓളം BJP ജയിക്കുന്ന മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയത്? 1000 വോട്ട് പോലും ഈ 41 സീറ്റിൽ എങ്ങനെയാണ് സമാഹരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറുന്നത്? അവിടെയാണ് ഔഷധ കൂട്ടുകെട്ടിന്റെ BJP വെർഷൻ പുറത്തേക്ക് വരുന്നത്. മറ്റത്തൂരിൽ BJP-യുടെ സഹായം കോൺഗ്രസ് വാങ്ങുമ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് കോൺഗ്രസ് സഹായം ചെയ്തു കൊടുക്കുകയാണ്. ശ്രീലേഖ അവിടുത്തെ MLA-യുടെ ഓഫീസ് കയ്യേറി MLA ഓഫീസ് കൂടി തന്റെ ഓഫീസാക്കി മാറ്റണമെന്ന് കേരളത്തോട് വിളിച്ചു പറയുമ്പോ BJP-യുടെ നേതാക്കന്മാർ പോലും ആ പ്രസ്താവന അപക്വമെന്ന് പറയുമ്പോ ശ്രീലേഖയുടെ ആ പ്രസ്താവനയെ ന്യായമാണെന്ന് ഈ കേരളത്തോട് വിളിച്ചു പറയാൻ അവിടുത്തെ കോൺഗ്രസിന്റെ കൗൺസിലറും മുൻ കോൺഗ്രസ് MLA-യുമായ മഹാനായ ഒരു മനുഷ്യന്റെ മകനാണ്. എങ്കിലും ശബരിനാഥിന് സാധിക്കുകയാണ്. എങ്ങനെയാണ് BJP-യേക്കാൾ ആവേശത്തിൽ BJP കൗൺസിലർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെടാൻ കോൺഗ്രസിന്റെ കൗൺസിലർക്ക് സാധിക്കുന്നു? ഈ പ്രകടമായ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ ഇവർ കേരളത്തിൽ രൂപീകരിച്ചു. തൃശൂർ ജില്ലയിൽ തന്നെയാണ് SDP-യുമായി ചേർന്ന് ഇടതുപക്ഷത്തെ ചൊവ്വാനൂർ പഞ്ചായത്തിൽ ഇവർ പരാജയപ്പെടുത്തി. 2 സീറ്റുള്ള SDP-യുടെ പിന്തുണ വാങ്ങിയിട്ടാണ് ചൊവ്വാനൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ ഇടതുപക്ഷത്തെ ഇവർ അട്ടിമറിച്ചത്. ഇങ്ങനെ ഈ കേരളത്തിനകത്ത് വിവിധ പഞ്ചായത്തുകൾ, കോട്ടയം ജില്ലയിലെ കുമരകം പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ ഇടതുപക്ഷത്തെ അട്ടിമറിക്കാൻ BJP പിന്തുണയിൽ അവർ മത്സരിക്കുന്നു. ഇങ്ങനെ കേരളത്തിലെ വിവിധങ്ങളായ ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു മടിയുമില്ലാതെ BJP പിന്തുണ വാങ്ങി, ഒരു മടിയുമില്ലാതെ SDP-യെ പിന്തുണ വാങ്ങി. ജമാഅത്ത് ഇസ്ലാമിയെ രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായി ചേർത്താണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF മത്സരിച്ചതെന്ന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. ഇടതുപക്ഷം പറയുന്നതിലും വ്യക്തമായി ഈ തദ്ദേശ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ, അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ തൊട്ടവസാനം പൂർത്തിയാക്കപ്പെടുന്ന സ്ഥിരാധ്യക്ഷ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാക്കപ്പെടുമ്പോ തിരുവനന്തപുരം ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ, കോട്ടയത്തും തൃശൂരും എറണാകുളത്തും കണ്ണൂരിലും കാസർഗോട്ടിലും ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിൽ ഈ മുന്നണി പ്രവർത്തിക്കുന്ന കാഴ്ച ഞാനും നിങ്ങളും കാണുന്നു. എങ്ങനെ കോൺഗ്രസിന് സാധിക്കുന്നു? ഇടതുപക്ഷവും കോൺഗ്രസുമായി മത്സരിക്കുകയാണ് കേരളത്തിൽ. ഇടതുപക്ഷവും കോൺഗ്രസുമായി രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മത്സരിച്ചു കൊണ്ടിരുന്നത്. ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിലെ മത്സരത്തിലേക്ക് BJP-യെ കൊണ്ട് കെട്ടുന്നത് കോൺഗ്രസ് ഈ കേരളത്തിൽ എന്തുദ്ദേശിച്ചിട്ടാണ്? ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ സ്വന്തം ശേഷി കൊണ്ട് മാത്രമാവില്ലെന്ന് ബോധ്യപ്പെട്ട കോൺഗ്രസ് തീക്കളിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയതയെ താലോലിച്ച്, വർഗീയതയെ കൂട്ടുപിടിച്ച്, വർഗീയ ശക്തികളെ ഒപ്പം ചേർത്ത് ഈ കേരളത്തിന്റെ മണ്ണിൽ വർഗീയ ശക്തികൾക്ക് വേരാട്ടാൻ കഴിയുന്ന സൗകര്യം ഒരുക്കി കൊടുക്കുന്ന പണിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരളത്തിലെ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. ഒരു വശത്ത് ഈ മുന്നണി രൂപീകരിക്കുമ്പോൾ മറുവശത്ത് ഈ കേരളത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണകളുടെ അപവാദ പ്രചരണകരായി കോൺഗ്രസ് മാറുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടു. എന്തെല്ലാം അപവാദ പ്രചരണങ്ങൾ, എന്തെല്ലാം നട്ടാൽ കുരുക്കാത്ത നുണകൾ, എന്തെല്ലാം അപവാദ പ്രചരണങ്ങൾ. കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്
ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർ പ്രചരിപ്പിച്ചു. ഈ കേരളം പുച്ഛിച്ചു തള്ളേണ്ട, കേരളം ഗൗരവത്തിലെടുക്കാൻ പാടില്ല എത്രയോ വൃത്തികേടുകൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രചരിപ്പിച്ചു. ഈ വൃത്തികേടുകൾ പ്രചരിപ്പിച്ച കോൺഗ്രസിനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് ബലം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർ കൂടുതൽ ആവേശത്തോടെ കാണുന്നത്. ഇടതുപക്ഷമായി ഒലിച്ചുപോയി ഈ പ്രചരണത്തിൽ എന്നാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ചരിത്രമറിയാവുന്ന ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വാദമാണ് ഇന്ന് കേരളത്തിനകത്തെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബലം പുറത്തു വരുമ്പോ 10 സീറ്റ് കുറഞ്ഞു പോയാൽ, 10 പഞ്ചായത്തിന്റെ എണ്ണം കുറഞ്ഞു പോയാൽ തകർന്നു പോകുന്ന രാഷ്ട്രീയ മുന്നണിയല്ല കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി എന്ന് കോൺഗ്രസ് ബോധ്യപ്പെടുന്നത് വളരെ നല്ലതാണ്. എത്രയോ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പരാജയങ്ങൾക്ക് മുന്നിൽ ഉണ്ടായ കാരണങ്ങളെ സസൂക്ഷ്മം പഠിച്ച് ആ കാര്യങ്ങൾ ജനങ്ങളോട് സംബന്ധിച്ച് പൂർവാധികം ശക്തിയോടെ ജനങ്ങൾക്കിടയിൽ തിരിച്ചു വന്ന പാർട്ടി കൂടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതാണ് കേരളത്തിന്റെ ചരിത്രവും. 1920 താഷ്കണ്ടിൽ വെച്ചാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ രൂപീകരിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 37 കേരളത്തിലെ പ്രവർത്തനങ്ങൾ രൂപീകരിക്കപ്പെട്ട് ബ്രാഞ്ച് യോഗം കൂടാൻ ആലോചിക്കുന്നു. 37 പാളയത്തിയേരുന്ന യോഗത്തെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുന്നത് 37 ശേഷമാണ്. അങ്ങനെയാണ് കണ്ണൂർ പിണറായിയിൽ 1939 ഡിസംബർ മാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം വിളിച്ചു ചേർത്ത് 20 വർഷം തികയുന്നതിന് മുമ്പാണ് 57 ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്നത്. ഈ കേരളത്തിനകത്ത് അടിസ്ഥാന വർഗത്തിലുള്ള മനുഷ്യന്റെ, തൊഴിലാളികളുടെ, കർഷക തൊഴിലാളികളുടെ, സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങൾ ബോധ്യപ്പെട്ട് അവർക്ക് വേണ്ടി പോരാട്ടം നയിച്ചാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നേറുന്നത്. 39 ആരംഭിച്ച് ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് 57 ഇടതുപക്ഷ ഗവൺമെന്റ്